Hi all, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ ആണ്. അപ്പോൾ ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ എന്ന് പറയുന്നത് ഇൻവെന്ററി വൗച്ചേഴ്സിൽ വരുന്ന ഒരു വൗച്ചർ ആണ്. അപ്പോൾ എന്താണ് ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ, എന്തിനാണ് ഈ ഒരു ടൈപ്പ് ഓഫ് വൗച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ടാലിയിൽ പോയി പറയാം. അപ്പോൾ ഞാനത് പറയുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ നമ്മുടെ ടാലി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ? ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് സമ്മറി, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക്, ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഫിസിക്കലി കൗണ്ട് ചെയ്യുക. ഗോഡൗണിൽ നമ്മുടെ ഗോഡൗൺസിൽ ഉള്ള ക്വാണ്ടിറ്റി, സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി ഫിസിക്കലി കൗണ്ട് ചെയ്യുമ്പോഴും ഉള്ള ക്വാണ്ടിറ്റിയിൽ തമ്മിൽ മിസ്മാച്ച് വരാം. നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള ക്വാണ്ടിറ്റിയും ഫിസിക്കലി കൗണ്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റിയും തമ്മിൽ മിസ്മാച്ച് വരാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ മിസ്മാച്ച് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ പല സിറ്റുവേഷനിലും ഇങ്ങനെ മിസ്മാച്ച് വരാം. അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു സപ്ലയറിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഒരു 100 ക്വാണ്ടിറ്റിയിൽ ഒരു സ്റ്റോക്ക് വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവർ ഡെലിവർ ചെയ്യുന്നത് 102 ക്വാണ്ടിറ്റിയാണ്. 2 ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ബില്ലിൽ 100 ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക, 2 ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് 2 ഈ ഫ്രീ ഓഫ് കോസ്റ്റ് ടാലിയിൽ നമ്മൾ എൻ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവാം. 100 ബില്ലിംഗ് മാത്രമായിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ക്വാണ്ടിറ്റി ശരിക്കും നമ്മുടെ ഗോഡൗണിൽ ക്വാണ്ടിറ്റി 2 കൂടുതലുണ്ടാവും, അതേസമയം നമ്മുടെ സോഫ്റ്റ്വെയറിൽ 2 കുറവുമായിരിക്കും കാണിക്കുക. അത് വേറൊരു സിറ്റുവേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ, കസ്റ്റമർ നമുക്ക് ഓർഡർ തരുവാണ്, ഇത്ര ക്വാണ്ടിറ്റിയിൽ സ്റ്റോക്ക് വേണം, ഒരു 10 നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അബദ്ധത്തിൽ ഞാൻ അത് പാക്ക് ചെയ്യുന്ന സമയത്ത് 1 എക്സ്ട്രാ നമ്മൾ പാക്ക് ചെയ്ത് 11 നമ്മൾ ഡെലിവർ ചെയ്യുവാണ്. ചിലപ്പോൾ കസ്റ്റമർ നമുക്ക് റിട്ടേൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ആയിട്ട് നമുക്കത് റെക്കോർഡ് ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ അവരെ റിട്ടേൺ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴേക്കും നമ്മൾ റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരിക്കുള്ള ക്വാണ്ടിറ്റി, അതായത് ഫിസിക്കലി കൗണ്ട് ചെയ്യുമ്പോൾ 1 കുറവുണ്ടാവും, അതേസമയം നമ്മുടെ സോഫ്റ്റ്വെയറിൽ അത് 1 കൂടുതലായിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ അതിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഗാലക്സി A30 എന്ന് പറയുന്ന ഒരു മൊബൈൽ, ഒരു സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ 2 ഗോഡൗൺ 1 and 2 2 ഗോഡൗൺസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. 2 ഗോഡൗണിലും കൂടി ടോട്ടൽ 438 ആണ് നമുക്ക് ക്വാണ്ടിറ്റി ഉള്ളത്. ഇപ്പം ഞാനിവിടെ ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യുന്നത് ഗോഡൗൺ 1ലാണ്. ആദ്യം ഞാൻ ടോട്ടൽ ക്വാണ്ടിറ്റി, അതായത് 2 ഗോഡൗണിലും ചേർത്തിട്ട് ടോട്ടൽ ക്വാണ്ടിറ്റി, നമ്മുടെ ടോട്ടൽ കമ്പനിയിൽ എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ളതെന്നുള്ളത് നോക്കാം. അത് നോക്കാനായിട്ട് സ്റ്റോക്ക് സമ്മറിയിൽ പോവുക, മൊബൈൽ ഫോൺസ് എടുക്കുക. അതിനകത്ത് ഗാലക്സി A30 ഇപ്പോൾ ഉള്ളത് 438 ആണ്. ഇത് ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. എല്ലാ ഗോഡൗൺസിൻ്റെയും ഒരുമിച്ച് ചേർത്തിട്ടുള്ള ആ ക്വാണ്ടിറ്റിയാണ് അവിടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ തിരിച്ചതുപോലെ തന്നെ ഗോഡൗണിൻ്റെ റിപ്പോർട്ട് എടുത്ത് കാണിക്കാം. ഗോഡൗണിൻ്റെ റിപ്പോർട്ട് എടുക്കാനായിട്ട് ഡിസ്പ്ലേക്കകത്ത് പോവുക, ഡിസ്പ്ലേക്കകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രിയിൽ വരിക, അതിനകത്ത് ഗോഡൗൺസ് എടുക്കുക. ഇതിനകത്ത് ഗോഡൗൺ 1, 2 ഇത് രണ്ടുമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഗോഡൗൺ 1 എടുക്കുവാണ്. നമ്മുടെ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ഗോഡൗൺ 1 ആണ്. അപ്പോൾ ഗോഡൗൺ 1 എടുത്തു കഴിഞ്ഞാൽ ഗോഡൗൺ 1ൽ മാത്രം നമുക്ക് മൊബൈൽ ഫോൺസ് ഗാലക്സി A30 വന്നിട്ടുള്ളത് 233 നമ്പേഴ്സാണ്. അപ്പോൾ ഇത് ആഫ്റ്റർ ഫിസിക്കൽ കൗണ്ട് ചെയ്തതിന് ശേഷം എനിക്ക് അവിടെ കിട്ടിയത് 230 ക്വാണ്ടിറ്റിയാണ്. മിസ്മാച്ച് ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വൗച്ചറാണ് ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ. അപ്പോൾ അത് എടുക്കാനായിട്ട് നമുക്ക് തിരിച്ച് ഗേറ്റ് വേ ടാലിയിൽ വരാം. എസ്കേപ്പ് ചെയ്ത് ഗേറ്റ് വേ ടാലിക്കകത്ത് വന്നു. ഇതിനകത്ത് ഇൻവെൻട്രി വൗച്ചർ ആണെന്ന് പറഞ്ഞു, ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ. അപ്പോൾ ഇൻവെൻട്രി വൗച്ചേഴ്സ് എടുക്കുക. ഫിസിക്കൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ സ്റ്റോക്കിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് Alt+F10 ആണ്. Alt+F10. ഇവിടെ ഞാൻ വേറെ വൗച്ചർ എടുത്തിട്ട് കാണിക്കാം. ഫിസിക്കൽ സ്റ്റോക്ക് Alt+F10 പ്രസ് ചെയ്താൽ മതിയാകും. ഓക്കെ, ഇനി വൗച്ചർ ഡേറ്റ് കാണിക്കാം. ആസ് യൂഷ്വൽ നമുക്ക് വൗച്ചർ ഡേറ്റ് കാണിക്കാം. വൗച്ചർ ഡേറ്റ് കാണിച്ചു, നെയിം ഓഫ് ഐറ്റത്തിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ടോട്ടൽ കാണിക്കുന്നുണ്ട്, കണ്ടോ, 438. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഗോഡൗണിൽ നിന്ന് 3 കുറയുമ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ നിന്നും കുറയുന്നുണ്ട്. അപ്പോൾ 438ൽ നിന്ന് 3 കുറയുമ്പോൾ 435 ആയിട്ട് മാറും. ഗാലക്സി A30 സെലക്ട് ചെയ്തു. പിന്നെ ചോദിക്കുന്ന ഏത് ഗോഡൗണിലാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ലിസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്പേസ് ബാർ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് വരും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഗോഡൗൺ 1 സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി, അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഫിസിക്കലി നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ കിട്ടിയത് 230 ആയിരുന്നു ക്വാണ്ടിറ്റി. ഓക്കെ,
ദെൻ എൻ്റർ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുക. നറേഷൻ കൊടുക്കുകയാണെങ്കിൽ നറേഷനും കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വൗച്ചർ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റിപ്പോർട്ടിൽ വന്ന ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പം ഞാൻ തിരിച്ച് ഗേറ്റ്വേ ടാലിക്കകത്ത് വരുവാണ്. ആദ്യം ഞാൻ സ്റ്റോക്ക് സമ്മറി എടുത്ത് കാണിക്കാം. സ്റ്റോക്ക് സമ്മറിയിൽ ടോട്ടൽ എത്രയാണ് ഡിഫറൻസ് വന്നെന്ന് കണ്ടോ? ഗാലക്സി E30 435 ആയിട്ട് മാറി ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ തിരിച്ച് ഞാൻ നമ്മുടെ ഗോഡൗണിൻ്റെ റിപ്പോർട്ട് എടുത്ത് കാണിക്കാം. ഗോഡൗണിലും നമുക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. ഗോഡൗൺ 1 ആണ്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ 430 ആയിട്ടുണ്ട്. അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അതായത് നമ്മുടെ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ജൂലൈയിലാണ് ഞാൻ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജൂലൈ മന്തിലാണ് കേഴ്സർ ഉള്ളത്. ജസ്റ്റ് അവിടെ നിന്ന് എൻ്റർ ചെയ്യുക. ജൂലൈ മന്തിലെ എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് കിട്ടും. അതായത് ഗാലക്സി E30 ട്രാൻസാക്ഷൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അതിലെ ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ ടൈപ്പ് ഫിസിക്കൽ സ്റ്റോക്ക്. ഇതുപോലെ തന്നെ ഡേ ബുക്കിൽ പോയാലും ഈ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എൻ്റർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൗച്ചർ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിസിക്കൽ സ്റ്റോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ എക്സസൈസിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പ്രീവിയസ് കമ്പനി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ പുതിയതായിട്ട് പുതിയൊരു സ്റ്റോക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാംസങ് SD കാർഡ്സ് എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ അതിൽ ക്വാണ്ടിറ്റി ഉണ്ടാവണം അല്ലേ. അപ്പോൾ അതുകൊണ്ടൊരു പർച്ചേസ് വൗച്ചർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് വൗച്ചറിൽ അത് എൻട്രി ചെയ്യുക. ശ്രീ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 400 ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് 400 രൂപയ്ക്ക് 150 ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഗോഡൗൺ 1 സ്റ്റോർ ചെയ്യുന്നു. പിന്നെ ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ. അപ്പം 150 നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആഫ്റ്റർ കൗണ്ട് നമ്മൾ കൗണ്ട് ചെയ്തതിന് ശേഷം 149 നമുക്ക് കിട്ടിയത്. സോ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചറിലും കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.